നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കോട്ടയം മേഖലാ PYPAയുടെ പ്രസിഡന്റ് ബ്രദർ സാം പ്രസാദ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ കോട്ടയം മേഖലയിലെ ഏറ്റവും പ്രമുഖരായ നമ്മുടെ സെൻട്രൽ പാസ്റ്റേഴ്സ്, PYPAയുടെ എക്സിക്യൂട്ടീവ്സ് കമ്മിറ്റി അംഗങ്ങൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും PYPAയുടെ പ്രവർത്തകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രൗഢഗംഭീരമായി ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് ലഭിച്ച ഈ അവസരം മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കോട്ടയം നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ജില്ലയാണ്. ആ നിലയ്ക്ക് ഇവിടെയുള്ള IPCയുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ സമ്മേളനങ്ങളും എപ്പോഴും ചരിത്രത്തിൽ അടയാളപ്പെടുത്തി ഇടാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. ബ്രദർ കുര്യൻ ജോസഫ് അടക്കം ഉള്ള ഈ വേദിയിലിരിക്കുന്ന അൽമായ പ്രമുഖരും പേരെടുത്ത് പറയാൻ പാസ്റ്റേഴ്സിനെയും ഒക്കെ ഞാൻ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ സമയം എടുക്കുകയില്ല. എനിക്ക് പിന്നാലെ ഡബിൾ എൻജിൻ വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ മോരും മുതിരയും പോലാണ്. അതുകൊണ്ട് ശൈലി കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വേദിയിൽ നിൽക്കാൻ അവസരം കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. കോട്ടയത്തെ PYPAയുടെ പ്രവർത്തനങ്ങൾ എന്നും ശ്രദ്ധേയമായതാണ്. ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ സഹോദരങ്ങൾ നല്ല നേതൃത്വ പാഠവുമുള്ള സംശുദ്ധമായ ജീവിതമുള്ള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ അടുത്ത നേതൃനിരയായിട്ട് അവതരിപ്പിക്കാൻ എന്തുകൊണ്ടും കൊള്ളാവുന്ന ഒരു നിരയാണ് ഇപ്രാവശ്യവും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവരെ ഇന്ന് ഹർഷാരവത്തോടെ ഈ സദസ്സ് ഒന്നുകൂടെ ആദരിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ സമകാല സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാലിക പ്രസക്തമായ ഒരു ചിന്തയാണ്.
അതിനെ പ്രസംഗമെന്നോ പഠനമെന്നോ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അധിവസിക്കുന്ന രാജ്യത്തിൻ്റെ, നമ്മുടെ സാംസ്കാരിക ഭൂപടത്തിൻ്റെ ഓരോ ചലനങ്ങളെയും നമ്മൾ വീക്ഷിക്കുകയും അതിനോട് ബൈബിളികമായി പ്രതികരിക്കുകയും ചെയ്യേണ്ടവരാണ്. PYPA പോലെയുള്ള യുവജന പ്രസ്ഥാനം കേവലം നാലുകെട്ടുകൾക്ക് അകത്തിരുന്ന് നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ പാട്ടുപാടി ആരാധിച്ച് ഒരു പ്രസംഗം കേട്ട് പോകേണ്ടവരല്ല ഈ കാലഘട്ടത്തിൽ. അതിൻ്റെ പ്രസക്തി ഞാൻ ഒട്ടും കുറച്ചുകൊണ്ടല്ല പറയുന്നത്. എന്നാൽ സമകാല സാമൂഹിക അന്തരീക്ഷത്തെ സമർത്ഥമായി അഭിസംബോധന ചെയ്യേണ്ട, അഡ്രസ്സ് ചെയ്യേണ്ട ആളുകളാണ് നമ്മുടെ യുവജന പ്രസ്ഥാനം എന്ന് ഈ സമയത്ത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് അതിൻ്റെ 80 വർഷത്തോട് നമ്മൾ അടുക്കുകയാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ഭരണഘടനയെ ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ വീണ്ടും കനത്ത ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ വലിയ ശക്തികൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആത്മീകർക്ക് അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഇരിക്കാൻ കഴിയില്ല. നമ്മുടെ ആത്മരക്ഷകനായ കർത്താവിൻ്റെ നാമത്തെ ഉറക്കെ ഉറക്കെ പറയേണ്ട സമയമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പറയേണ്ടത് ചോരയും നീരുമുള്ള ഊർജ്ജസ്വലരായ യുവതീ യുവാക്കന്മാർക്ക് അതിന് കഴിയും. അതുകൊണ്ട് നമ്മുടെ സാമ്പ്രദായിക രീതികൾ ഒക്കെ വിട്ടിട്ട് വെളിയിലേക്കിറങ്ങി കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് ഈ കാലത്തോടും സമൂഹത്തോടും പ്രതികരിക്കാൻ ഞാൻ ഈ വേളയിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിന് കരുത്തുള്ള, അതിന് ശേഷിയുള്ള ഒരു പറ്റം ആളുകൾ നമുക്കുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ പൊതു സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നമ്മുടെ സഹോദരരായിട്ടുള്ള 2 കന്യാസ്ത്രീകൾ, അവർ യേശുക്രിസ്തുവിൻ്റെ നാമം പേറുന്നവരും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം പുലർത്തുന്നവരുമാണ്. അവർ തുറുങ്കിലടക്കപ്പെട്ടത് ഈ രാജ്യത്ത് മനസാക്ഷിയുള്ള, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരെയും വേദനപ്പെടുത്തിയ സംഭവമാണ്. എന്തിൻ്റെ പേരിലായിരുന്നു അവർ അങ്ങനെ തുറുങ്കിലടക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മറ്റു വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കാതെ ഈ ബൈബിളിനും സുവിശേഷത്തിൻ്റെയും പേരിലാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളിലും നമ്മുടെ പ്രവർത്തന രീതികളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ പല മീറ്റിങ്ങുകളിലും ഇതിനോടകം ഇന്ത്യയിൽ അതിക്രൂരമായിട്ട്
അകാരണമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ആ കന്യാസ്ത്രീകൾക്ക്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. PYP പോലെ വളരെ ശക്തമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ യുവജന സംഘടനയുടെ ഇന്നത്തെ ഈ പ്രവർത്തന ഉദ്ഘാടനത്തിൽ ഒരിക്കൽ കൂടെ പീഡിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ വലിയ പ്രാർത്ഥന, നമ്മുടെ വലിയ പിന്തുണ സുവിശേഷം പരക്കുന്നതിന് വേണ്ടി, അത് സമുദായ വ്യത്യാസം നോക്കാതെ യേശു എന്ന ഒരു രക്ഷകനിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ എല്ലാവർക്കും നൽകണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. അതുകൊണ്ട് ആദ്യഘട്ടത്തെ സമയം ഞാൻ അതിനുവേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് കാലിക പ്രസക്തമായ 1-2 ചിന്തകൾ പറഞ്ഞ് ഒരു 20-25 മിനിറ്റിനുള്ളിൽ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അത് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് തെളിയുന്ന ആ തെളിച്ചം ഞാൻ കാണുന്നുണ്ട്. എന്തായാലും 25 മിനിറ്റ് കൊണ്ട് അവസാനിക്കുമല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം, ആ 4-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യമാണ് ഈ സമ്മേളനത്തിൽ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ എനിക്ക് ഒരു പ്രചോദനം തോന്നിയത്. അതിൻ്റെ 18 മുതലുള്ള വാക്യമാണ്. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അത് ക്രൈസ്തവ സമൂഹത്തിന് എന്നും നമ്മുടെ സിരകളിൽ ആവേശം പടർത്തുന്ന പുസ്തകമാണ്. അതിൻ്റെ കാരണം മത കോടതിയും സാമ്രാജ്യത്വ ശക്തിയും കൂടെ യേശുക്രിസ്തുവിനും സുവിശേഷത്തിനുമെതിരെ അതിശക്തമായ പോരാട്ടം അഴിച്ചുവിട്ട 1-ാം നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിൽ നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെതിരെ സാമ്രാജ്യ ശക്തികൾ മാത്രമല്ല, അന്നത്തെ മതസമൂഹവും കൈകോർത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നു അത്? 3-ാം അധ്യായത്തിൻ്റെ വിഷയം നമുക്ക് സുപരിചിതമാണ്. ഒരു മനുഷ്യന് അത്ഭുതകരമായ സൗഖ്യമുണ്ടാകുന്നു. ആ സൗഖ്യം ഉണ്ടായ മനുഷ്യൻ തന്നെ സാക്ഷ്യം പറയുകയാണ്. പക്ഷേ അവനെ സൗഖ്യപ്പെടുത്തിയ അപ്പോസ്തലർക്കും സൗഖ്യപ്പെട്ടവനും ഇനിയും യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചുകൂടാ എന്ന് അന്നത്തെ മതകോടതി നിഷ്കർഷയായിട്ട് കൽപ്പിക്കുന്ന വേള. ആ വേളയിൽ എന്തായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രതികരണം? ആ പ്രതികരണമാണ് ഇവിടെ വായിച്ചു കേട്ടത്. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. നമ്മൾ അറിയേണ്ടത്, ഒരു ഭരണകൂടം അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്.
വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ ആ സ്ഥാനത്ത് ആക്കുന്നതും അവരെ താഴെ ഇറക്കുന്നതും ദൈവം തന്നെയാണ്. അങ്ങനെങ്കിൽ ഇന്ത്യയിലെ ഇന്നത്തെ നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ സ്ഥാനത്താക്കിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൻ്റെ ചിന്താധാര വെച്ച് സർവശക്തനായ ദൈവം തന്നെയാണ്. ഒരു തർക്കവുമില്ല. ഇവിടെ കേരളത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ആ സ്ഥാനത്താക്കിയിരിക്കുന്നത് സർവശക്തനായ ദൈവം അറിയാതെയല്ല. അതങ്ങനെ അല്ല എന്ന് ഖണ്ഡിക്കാൻ വിശുദ്ധ വചനത്തിൽ യാതൊരു തെളിവുമില്ല. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാനത് യുവജനങ്ങളോട് പറയാറുണ്ട്. എന്തുകൊണ്ട് പിണറായി മാത്രമായി പെന്തിക്കോസ്തുകാരനായില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കതിന് നേരമില്ലായിരുന്നു. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തോട്, രാജ്യത്തിൻ്റെ നിയമസംഹിതകളോടൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ അത്തരം ഒരു സ്ഥാനത്തേക്ക് വരുന്ന കാര്യത്തിൽ നമ്മൾ മെനക്കെട്ടില്ല. അതുകൊണ്ട് അതിന് കഴിവുള്ളവർ വരുന്നു. വിശുദ്ധ വചനം സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണം വഹിച്ച ഭരണാധികാരികളെ ഈ പുസ്തകം പറയുന്നുണ്ട്. ഒന്ന് പറയാമോ ആദ്യത്തേത്? എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ആദ്യത്തെ ഒരു പ്രധാനമന്ത്രി, നമ്മളെല്ലാം കൽത്തുറുങ്കും പോത്തിഫേറിൻ്റെ ഭവനവുമൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രിയായി മിസ്രൈമിലെ രണ്ടാമനായിട്ടിരുന്ന ആള് യോസേപ്പ് തന്നെയാണ്. ദാനിയേലും യോസേപ്പുമൊക്കെ നമ്മുടെ ആത്മീക ജീവിതത്തെ ഇളക്കി മറിക്കാൻ വേണ്ടി എടുത്തു പ്രയോഗിക്കുന്ന കഥാപാത്രങ്ങളാണ്. കഥാപാത്രങ്ങളെന്നല്ല പറയേണ്ടത്, ചരിത്ര പുരുഷന്മാരാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം, അവരെല്ലാം അവരായിരുന്ന രാജ്യത്തെ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടവരാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് യുവജനങ്ങളോടാണ്. നിങ്ങളെല്ലാം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഒരു കാലത്ത് നമുക്ക് രാഷ്ട്രസംബന്ധിയായ രാഷ്ട്രമീമാംസ, രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ അനാത്മീകമാണ് എന്ന് നിർവചിച്ചു കൊടുത്തത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യം, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നമുക്കുണ്ടായില്ലെന്നുള്ളതാണ്. പിന്നെ എങ്ങനെ മുഖ്യമന്ത്രി ഉണ്ടാവും? അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ അധിവസിക്കുന്ന ഈ ലോകത്ത് തന്നെ രക്ഷിക്കപ്പെട്ട ആളുകൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികളായിട്ടിരിക്കുന്നുണ്ട് എന്ന വിവരം കേരളത്തിലെ PYPക്കാരെങ്കിലും മനസ്സിലാക്കിക്കോണം എന്നുകൂടെ ഈ വേദിയിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ആമേൻ പറയാനൊന്നും ഞാൻ പറയത്തില്ല, സൗകര്യമുണ്ടേ പറഞ്ഞാൽ മതി. പിന്നെ ഇതിന് ഖണ്ഡനവുമായിട്ട് ആരെങ്കിലും വരാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒരു സംവാദം തന്നെ നമുക്ക് നടത്താം. അതുകൊണ്ട് ഞാൻ എൻ്റെ PYPA സുഹൃത്തുക്കളോടാണ് പറയുന്നത്. ഞാൻ അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് കക്ഷി രാഷ്ട്രീയം, പരസ്പരം കലഹിച്ചും മത്സരിച്ചും ചെളിവാരി എറിഞ്ഞുമുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. രാഷ്ട്ര സംബന്ധിയായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റും. അപ്പം നമുക്ക് കന്യാസ്ത്രീകളടക്കം, ആ കന്യാസ്ത്രീകൾ അവിടെ കിടന്നപ്പോൾ അവർക്ക് വേണ്ടി ഇടപെടാൻ രാജ്യത്തെ MLA-മാരും മന്ത്രിമാരും പാർട്ടിയുടെ MP-മാരും എല്ലാം ഇറങ്ങി. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയണം, ഇതിൻ്റെ നടുവിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. നമ്മളാരും അറിയാതെ നൂറുകണക്കിന് പെന്തക്കോസ്ത് പാസ്റ്റർമാരും വിശ്വാസികളും ഇന്ത്യയിലെ ജയിലുകളിൽ കിടപ്പുണ്ട്. നമുക്ക് വേണ്ടി അങ്ങനെ ഇടപെടാൻ പല ആളുകളുമില്ല. കാരണം നമ്മളൊരു രാഷ്ട്രീയ ശക്തി അല്ല എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രാർത്ഥനയുടെ ശക്തി ഉയർത്താൻ നമ്മൾക്ക് കഴിയും എന്നുകൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്.
അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ഭരണകൂടം അത് ദൈവത്താലാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ PYPA സുഹൃത്തുക്കളോട് പറയുന്നു, എല്ലാ ഭരണകൂടവും ദൈവത്താലാണ്. റോമൻ ചക്രവർത്തിമാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആ വാക്യം ബൈബിള് കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് റോമാലേഖനത്തിൽ നിന്നും ഒരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 13-ാം അധ്യായമാണ്. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. ഈ അധികാരം എന്ന് പറയുന്നത് IPCയുടെ പ്രസിഡന്റിന്റെ കാര്യമോ സെക്രട്ടറിയുടെ കാര്യമൊന്നുമല്ല. ബൈബിൾ പഠിക്കുന്ന ആളുകൾക്കറിയാം, ഇത് ഭരണകൂടത്തെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. നമുക്ക് കൂടുതൽ ആത്മീക തീവ്രത കയറിയിട്ട് ഈ കോവിഡ് കാലത്ത് വിശ്വാസം കയറിയ ഒരു അച്ചായൻ മാസ്ക് വെക്കാതെ വഴിയേ നടക്കുകയാണ്. പോലീസുകാർ പറഞ്ഞു, അച്ചായ മാസ്ക് വെക്ക്. പുള്ളി വിശ്വാസം കയറിയിട്ട് മാസ്ക് എന്ത് ചെയ്യുന്നില്ല, വെക്കുന്നില്ല. പുള്ളിക്ക് മാസ്ക് അല്ല കിട്ടിയത്, പുറത്തിനിട്ട് നല്ല കീറ കിട്ടിയത്. ഭരണകൂടത്തെ അനുസരിക്കണമെന്ന്. അപ്പൊ എങ്ങനെ അനുസരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഭരണകൂടം ഒരു നിയമം ഇറക്കിയാൽ, കോവിഡ് കാലമാണ് എല്ലാവരും മാസ്ക് വെക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ വിശ്വാസമോ രക്തജയമോ ഒന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ പോലീസുകാർ പുറം തീർത്ത് നല്ല കീറ് വെച്ച് തരും. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞു, ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അത് അന്ത്യന്യായവിധിയുടെ കാര്യമല്ല. ഇത് യുവജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഇന്ന് രാത്രി തന്നെ പോയി ഇത് വായിക്കണം. ഇത് അന്ത്യന്യായവിധിയും ഒന്നും അല്ല ഈ പറയുന്നത്. ഇതുപോലെ പോലീസുകാർ നല്ല കോഡ് തരുമെന്നായി പറഞ്ഞതിൻ്റെ കാര്യം. നിയമം അനുസരിച്ചില്ലെങ്കിൽ, നിയമം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനിയും അടുത്തത് നിങ്ങൾ കേട്ടോ, അതിൻ്റെ താഴേക്ക് വരുമ്പോൾ, നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നു, ഇന്ത്യയിലെ എല്ലാ ഭരണകൂടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെയും ദൈവത്തിൻ്റെ വചനം വിളിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ദൈവ ശുശ്രൂഷക്കാർ. ആദ്യമായിട്ടിത് കേൾക്കുന്നവരിവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തെളിവ് വേണോ? തെളിവ് തരാം. കോരേശ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നല്ലോ, സൈറസ്. അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകം പറയുന്നത് എന്താണെന്നറിയാമോ? കോരേശ് എൻ്റെ ദാസൻ. എൻ്റെ ദാസനെന്ന് കോരേശിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭരണം നടത്തുന്ന എല്ലാ ആളുകളും ദൈവ ശുശ്രൂഷക്കാരാണ്. കാരണം ദൈവം അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എന്നിട്ട് എല്ലാ വാക്യവും എനിക്ക് വായിക്കാനുള്ള സമയം പോരാ. ആ വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം. അടുത്തത്, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. നമുക്ക് പെന്തക്കോസ്തുകാർക്ക് പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. നമുക്ക് മാനം കാണിക്കണമെന്ന് തോന്നുന്നവരോടെ നമ്മൾ മാനം കാണിക്കുകയുള്ളൂ. അതങ്ങനെയാണ് നമ്മുടെ ഒരിത്. ഇപ്പം ഇങ്ങോട്ട് നമ്മുടെ MLA കയറി വന്നാൽ പുസ്തകം പറയുന്നതനുസരിച്ച് MLA മാനിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ മുണ്ട് വിട്ടുകൊണ്ട് രാത്രിയിൽ
കാര്യം എന്തെങ്കിലും സാധിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ പടി നിരങ്ങുകയും ചെയ്യും ഈ പെന്തിക്കോസുകാർ. മനസ്സിലായോ? കാര്യം സാധിക്കാൻ രാഷ്ട്രീയക്കാരൻ്റെ അവിടെ പോവും. പക്ഷേ അവർ വരുമ്പോൾ നമ്മൾ മാനിക്കത്തില്ല. പിന്നെ നമ്മൾ ആത്മീയതയുടെ തുനിച്ചിയിലാണ്. മൂത്ത ആത്മീയരോട് ഒരു കാര്യം ഞാൻ പറയാം. ദൈവം വച്ചിരിക്കുന്ന ഭരണകൂടത്തെ നമ്മൾ അംഗീകരിക്കണം, അവരെ മാനിക്കണം. ഭയം കൊടുക്കേണ്ടവൻ എന്ത് കൊടുക്കണം? ഭയം കൊടുക്കണം. മാനം കൊടുക്കേണ്ടവൻ എന്തു കൊടുക്കണം? മാനം കൊടുക്കണം. കരം കൊടുക്കൽ കരം കൊടുക്കൽ നമുക്ക് പിന്നെ അറിയാമല്ലോ. ഏതാ കരം? ഈ കരമല്ല, നമ്മൾ ചുമ്മാ ഒരു ചെലവുമില്ലാതെ കൊടുക്കുന്ന ഒരു സാധനമാണ്. എന്തുവാ? കരം. യാതൊരു മാനസിക ഐക്യവും ഉണ്ടായിട്ടല്ലേ കൊടുക്കുന്നത്, ചുമ്മാ കൊടുക്കുക. ഈ കരമല്ല. ടാക്സ് കൊടുക്കേണ്ടവന് ടാക്സ് കൊടുക്കണമെന്നാ പറഞ്ഞേ. നിങ്ങളിവിടെ ഉണ്ടോ? ഭരണകൂടത്തെ ബഹുമാനിക്കണം. അല്ല ചുമ്മാതെ ഈ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനങ്ങളൊന്നും കേട്ട് തുള്ളിച്ചാടി പോകരുത് കേട്ടോ. നമുക്ക് ഈ ആത്മീക തീവ്രത അങ്ങോട്ട് കയറിയിട്ട് ഭരണകൂടവും വേണ്ട, രാജ്യവും വേണ്ട, ഒന്നും വേണ്ട. പാസ്പോർട്ട് വേണോ? അത് വേണം. അതെന്തിനാ? അത് ലോകം മുഴുവൻ, വേറൊരു വാക്കാ എൻ്റെ മനസ്സിൽ വന്നേ, കറങ്ങാൻ. നിയമങ്ങൾ അനുസരിക്കണം, നിയമജ്ഞന്മാരെ ബഹുമാനിക്കണം. അത് നമ്മൾ പഠിച്ചിരിക്കണം, ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ ഭരണാധികാരികളെ നമ്മൾ ബഹുമാനിക്കുന്നു, നമ്മൾ അവരെ ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി അവരുകളെ നമ്മൾ ആദരിക്കുന്നു, അവരെ മാനിക്കുന്നു. മാത്രമോ സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ്. കൈ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ അധികാരസ്ഥന്മാർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാൻ ഈ വേദിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്. പ്രസിഡന്റിനും മുതൽ ഇങ്ങ് താഴേക്കുള്ള നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ അധികാരസ്ഥന്മാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പക്ഷേ അധികാരസ്ഥന്മാരെ, ഭരണകൂടത്തെ അനുസരിക്കുമ്പോൾ എവിടെ വരെ അനുസരിക്കണമെന്നൊരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ PYPയുടെ സമ്മേളനത്തിൽ വന്നിരിക്കുന്നവരൊരു കാര്യം അറിയണം. രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. നമ്മൾ സുവിശേഷം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ഭരണഘടന നമുക്ക് തരുന്ന അവകാശമാണ്. ഈ രാജ്യത്ത് സുവിശേഷം പ്രസംഗിക്കാൻ, ഈ രാജ്യത്ത് വഴി നടക്കാൻ, ഈ രാജ്യത്ത് അത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, വിശ്വസിച്ച മതം പ്രചരിപ്പിക്കാൻ ഒക്കെ നമുക്ക് അതേ ഓചാരം തന്നിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനല്ല, പിന്നെ അത് തന്നിരിക്കുന്നത് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയാണ്. ആ ഭരണഘടന തരുന്ന അവകാശത്തിനു വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരികയാണ്. ആ സാഹചര്യത്തെ സംബന്ധിച്ചൊക്കെ PYPയെ കൂടി ആലോചിക്കുകയും PYPയുടെ ചർച്ചാ ക്ലാസുകൾ നടക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന തരുന്ന അവകാശങ്ങൾ സംബന്ധിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് ബോധം കൊടുക്കുകയും ചെയ്യണം. നമ്മൾ സുവിശേഷവുമായി വെളിയിലേക്ക് ചെല്ലുമ്പോൾ ഇവിടുത്തെ സംഘപരിവാരങ്ങൾ അടക്കമുള്ള രാഷ്ട്രീയ ശക്തികൾ അതിനെ തടയുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഈ നാലുകെട്ടിനകത്തിരുന്ന് പറഞ്ഞിട്ട് പോലും പേടിച്ച് വിറച്ചിരിക്കുന്ന കുറേ അതിഭക്തന്മാരെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാവേളയിൽ ഞാൻ പറയാം, ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ വിശ്വസിച്ച എൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിന് എനിക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒത്താശ വേണ്ട. ഈ ഭരണഘടന എനിക്ക് അവകാശം തന്നിട്ടുണ്ട്. എന്നാൽ ആ ഭരണഘടനാപരമായ അവകാശത്തെ ഹനിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ഒരു സമ്മേളനം കൂടുമ്പോൾ നമുക്കിത് സംബന്ധിച്ചൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പാടണോ വഴിയിൽ നിന്ന്? ഇപ്പം നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ, വയനാട്ടിൽ ഒരു സഹോദരൻ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി ചെന്നപ്പോൾ അവിടെ
മത തീവ്രവാദികളായിട്ടുള്ള ചില സഹോദരന്മാർ പറയുകയാണ്, ഇനി ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ചായ തരുമെന്നല്ല പറഞ്ഞത്, കാലുവെട്ടുവെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിഥിയെ ദേവനെ പോലെ കരുതണമെന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിപ്പം ആ പ്രമാണമൊക്കെ തിരിഞ്ഞിരിക്കുന്നു. എന്താ? അതിഥിയുടെ കാല് വെട്ടുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം, യേശുക്രിസ്തുവിൻ്റെ സൗഖ്യത്തിൻ്റെ സന്ദേശം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ രാജ്യത്തുടനീളം പറയാൻ നമ്മുടെ ഇടയിൽ നിന്ന് ഇനിയും ആളുകൾ ഉണ്ടാകണം. പക്ഷെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൽത്തുറുങ്കായിരിക്കാം, സാരമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി പോകാൻ നമ്മൾ തയ്യാറാകണം. കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറയേണ്ടതായിട്ടുണ്ട്. സുവിശേഷ പ്രസംഗത്തിൽ 1, 2, 3 നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ ഞാൻ സൂചിപ്പിക്കാറുണ്ട്. അത് സൂചിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. AD 30 പെന്തക്കോസ്ത് പെരുന്നാളിലാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യങ്ങളുടെ മേൽ ഈ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വരുന്നത്. അന്നു മുതൽ അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പോകുകയാണ്. നിങ്ങൾക്ക് കേൾക്കണോ? അന്നു മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? റോമൻ ചക്രവർത്തിമാർ, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, നീറോ മുതൽ ഡയോക്ലിഷ്യൻ വരെ ഉള്ള 10 ചക്രവർത്തിമാർ അധികാരത്തിൻ്റെ ഖഡ്ഗം ഉപയോഗിച്ച് ഈ സഭയുടെ കഴുത്തരിഞ്ഞു കളയാൻ പരിശ്രമിച്ചു. അവരെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു. റോമിൽ ഇന്നും കൊളോസ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നു ഈ കൊളോസ്യം? വലിയ ഗ്യാലറികളിൽ ആയിരക്കണക്കിന് മനുഷ്യരിരുന്നിട്ട് ക്രൈസ്തവരായിട്ടുള്ള മനുഷ്യരെ മൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ക്രൂര വിനോദം ആസ്വദിച്ചു കൊണ്ടിരുന്ന റോമിലെ കൊളോസ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും അവിടെ ഉണ്ട്. അത് തെളിയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ സഭ നടന്നു വന്നത് പട്ടുമത്തയിലൂടെ അല്ല സഹോദരങ്ങളെ. ക്രൈസ്തവ സഭ നടന്ന് ചരിത്രത്തിൻ്റെ പടികൾ കയറിയത് രക്തരൂഷിതമായ അതേ സമരാഭമായ ചരിത്രത്തെ നേരിട്ടുകൊണ്ടാണ്. ഇന്ന് പകലിൽ ഈ രാത്രി ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർക്കണം, അവിടെയൊന്നും അടിപതറാതെ മുമ്പോട്ട് പോയ ഒരു സമൂഹമാണ് നമ്മളെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ത്യയുടെ തെരുവിലേക്ക് ഇനിയും ആയിരക്കണക്കിന് സുവിശേഷകർ നമ്മുടെ ഇടയിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഈ ഭീഷണി കൊണ്ടൊന്നും സുവിശേഷകർ പിന്നോട്ട് പോകുമെന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ആരും ചിന്തിക്കരുത്. ഞാനിത് നിങ്ങളോട് പറയല്ല, ഇത് ലൈവ് പോകുന്നുണ്ട്. കേൾക്കുന്നവർ കേൾക്കട്ടെ. ആഗസ്റ്റ് 15 പല സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇതേ വീര്യത്തോടു കൂടെ പ്രസംഗിക്കും. ഒരു ജീവിതമേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ചുമ്മാതെ 4 കെട്ടിനകത്തിരുന്ന് തുള്ളിച്ചാടി ബഹളം വെച്ച് പോകുന്നവരായിട്ട് മാത്രം നമ്മൾ പോകരുത്. ഇന്ത്യക്കിനിയും യേശുക്രിസ്തുവിന് വേണ്ടി ആളുകളെ ആവശ്യമുണ്ട്. കൈ ഉയർത്തിപ്പിടിച്ചൊന്ന് ആമേൻ പറയാൻ നിങ്ങൾ പറ്റുമോ? സ്തോത്രം. ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ആളാണ്. അല്ലാതെ പൊങ്ങാൻ വന്നപ്പോൾ ഇറങ്ങി തിരിച്ചതാണെന്നൊന്നും ആരും വിചാരിച്ച് കളയരുത്. 14 വയസ്സുള്ളപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതാണ്. 18-ാമത്തെ വയസ്സിൽ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോയ ആൾ ഞാൻ 88-ൽ. അതുകൊണ്ട് ഉത്തരേന്ത്യയിലെ സുവിശേഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്, നിങ്ങളുടെ കണ്ണുനീര് കാണുന്നെന്നോ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കുന്നെന്നോ ഒന്നും പറയാനല്ല. നിനക്ക് വഴി ഒരുക്കുവോ ഒരുക്കാതിരിക്കുവോ, നിന്റെ കണ്ണുനീര് കാണുകയോ കാണാതിരിക്കുവോ, ഇതൊന്നും എൻ്റെ വിഷയമല്ല. എന്നോടും ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്നു. ഇവൻ പറഞ്ഞതുകൊണ്ട് എന്നാ പ്രയോജനമുണ്ടായി? എൻ്റെ കണ്ണുനീര് കാണാൻ ദൈവം മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇത്തരം കുളിരുള്ള വാക്കുകൾ കേട്ടിട്ട് ഇളകുന്ന ആധുനിക പെന്തിക്കോസുകാരോട് ഞാൻ പറയാം, അടിത്തറയുള്ള ഒരു ആത്മീക ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഇന്ന് പകൽ ആഹ്വാനം ചെയ്യാണ്. കൈ ഉയർത്തിപ്പിടിച്ചെന്ന സ്തോത്രം പറഞ്ഞാട്ട് ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ വിമർശനങ്ങളൊക്കെ പറയുമ്പോഴാണ് എന്നെ
നല്ല ഇഷ്ടമാണ് ആളുകൾക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടഞ്ഞു കിടക്കുന്നത് വലിയ സ്ഥാപനങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിൾ കോളേജുകൾ. ഈ അച്ചായന്മാർക്ക് ഒരു തൊഴിലുമില്ലാതെ കോടിക്കണക്കിന് രൂപ അവിടങ്ങളിൽ ചെന്ന് പിരിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ബൈബിൾ സ്കൂൾ അങ്ങ് തുടങ്ങും. അച്ചായൻ്റെ സുവിശേഷ പ്രവർത്തനം അതാണ്. ബൈബിൾ സ്കൂളിൽ തീക്ക് പോയിട്ടില്ലാത്തവൻ ബൈബിൾ സ്കൂൾ തുടങ്ങിയത് എനിക്കറിയാം. അതും അടഞ്ഞു കിടക്കുകയാണ്. കോട്ടയം തിയോളജിക്കൽ സെമിനാരിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കായി സ്തോത്രം പറയുന്നു. ഇതിങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നതിനായി സ്തോത്രം പറയുന്നു. എന്നാൽ ഈ കേരളത്തിൽ അടഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരു വീടില്ലാത്ത, ഒരു മുറി വീട് വെക്കാൻ ഗതികെടുന്ന ആ ആളുകൾക്ക് ആ പണം കൊടുത്തെങ്കിൽ ഇവൻ സ്വർഗത്തിലുണ്ടായേനെ. കുറേ ബൈബിൾ സ്കൂളുകൾ ഉണ്ടാക്കി, ഒറ്റയൊരെണ്ണത്തിനകത്തും പിള്ളേരില്ല. ഇപ്പം പിന്നെ ബംഗാളികളെ ഇറക്കുകയാണ്. ബംഗാളി ഇല്ലെങ്കിൽ കേരളം മുടിഞ്ഞു. ബംഗാളി ഇല്ലെങ്കിൽ അടുത്ത ബൈബിൾ സ്കൂളും പൂട്ടും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റാസ കണ്ടു. റാസ അതിൽ കുരിശ് ചുമക്കുന്നു. ബംഗാളിക്കുണ്ടോ കുരിശ്? അവൻ മടക്കി കുത്തി നിന്ന് കുരിശും ചുമ്മിക്കൊണ്ട് പോവുക. അച്ചായന്മാരെല്ലാം പുറകെ നടക്കുക. ഈ ഗതികേട് കേരളത്തിൽ വരുന്നു. പെന്തിക്കോസ്തുകാർക്കും ഇത് വരുന്നു. ഈ അർത്ഥവത്തായിട്ട് ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിനകത്ത് ഒരാളെങ്കിലും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി ഈ പോരാട്ട ഭൂമികയിലേക്ക് ഇറങ്ങാൻ സമർപ്പിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഞാനും ധന്യരായി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതൊരു പഠനമാണ്. രാജ്യത്തെ, ഭരണകൂടത്തെ ബഹുമാനിക്കണം, ഭരണാധികാരികളെ ബഹുമാനിക്കണം, അവരിടുന്ന ഓർഡറിനെയൊക്കെ അംഗീകരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം ഉപയോഗിക്കുന്നത് പെന്തിക്കോസുകാരെ മാത്രമൊന്നുമല്ല. എൻ്റെ നിലപാടുകൾ പറയുകയാണ്, നിങ്ങൾ കൊന്നാലും പറയും. എന്താണെന്നറിയോ? നമുക്കൊരു വിചാരമുണ്ട്, ഈ വൈദികരും കന്യാസ്ത്രീകളും അവരൊക്കെ നമ്മുടെ ഉപദേശവുമായിട്ട് ഇച്ചിരി വ്യത്യാസമുള്ളത് കൊണ്ട് അവരാരും ദൈവത്തിൻ്റെ വേലയല്ല ചെയ്യുന്നതെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, അച്യുതാനന്ദൻ സഹിച്ച കഷ്ടപ്പാട് സഹിച്ച ഏതെങ്കിലും ഒരു പാസ്റ്റർ ഈ സമീപകാലത്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ തരാം. VS അച്യുതാനന്ദൻ. അദ്ദേഹം മരിച്ചപ്പോൾ കണ്ണേ കരളേ VS എന്ന് വിളിച്ചില്ലേ? എടോ, കണ്ണേ കരളേ എന്ന് വിളിക്കുന്ന നമ്മുടെ അടുത്ത് ഈ പരസ്പരം എൻ്റെ പുറം വേറൊരാൾ ചൊറിയും, ഞാൻ അവൻ്റെയും ചൊറിഞ്ഞു കൊടുക്കും. ആ ചൊറിച്ചിലല്ല കണ്ണേ കരളേ VS എന്ന് വിളിക്കാൻ കാരണം. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ മലയാളക്കരയിലെ ഈ അക്ഷരനഗരിയിൽ കൂടി വന്നിരിക്കുന്ന എൻ്റെ യൗവനക്കാരോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, VSൻ്റെ അനുഭവമുള്ള ഒരു പാസ്റ്റർ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു. ഞാൻ പുസ്തകം പഠിച്ചു നോക്കിയിട്ട് സമീപകാലത്ത് കേട്ട ചരിത്രത്തിൽ പൗലോസിനെയും VSനെയും കൂടെ ഒരുമിച്ചാണ് കെട്ടാൻ എനിക്ക് തോന്നുന്നത്. കാരണം പൗലോസിനെയാണ് ചത്തെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് എറിഞ്ഞത്. അതുപോലെ മരിച്ചെന്നും പറഞ്ഞ് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിൽ മരിച്ചെന്ന് പറഞ്ഞ് എടുത്ത് കളയാൻ കൊണ്ടുപോയ ആളാണ് ഈ VS അച്യുതാനന്ദൻ. ഞാൻ CPM പാർട്ടിയുടെ മെമ്പർഷിപ്പുള്ള ആളാണെന്നൊന്നും പറഞ്ഞ് എന്നെ മുദ്ര കുത്തരുത്. അങ്ങനെയൊക്കെ ഒത്തിരി മുദ്ര കുത്തിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഏറ്റില്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട യൗവനക്കാരോടാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഒരു പാസ്റ്റർ അവരുടെ ഒരു പീഡന കഥ പറയുകയാണ്. എന്നാണെന്നറിയോ? ഈ പ്രാവശ്യത്തെ മാറ്റത്തിന് എനിക്ക് കിട്ടിയ സഭ തത്തുല്യമല്ലായിരുന്നു. അതാ പുള്ളിയുടെ പീഡനം. ഞാൻ ദൈവദാസന്മാരെ ഇതെല്ലാം എനിക്ക് ആരെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. നമ്മുടെ ഏറ്റവും വലിയ സാക്ഷി എന്നാണെന്നറിയോ? ഈ സ്ഥലമാറ്റത്തിന് എനിക്ക് കിട്ടിയ സഭ ചെറുതായിപ്പോയി. അതാ നമ്മുടെ പീഡനം. തൊലിക്കെട്ടി ഭയങ്കര കേട്ടോ. ഞാനിപ്പോൾ അനുഭവം പറച്ചിലങ്ങ് നിർത്തിയിരിക്കുക. കാരണം സെക്കുലർ ലോകത്ത് ആളുകളുടെ അനുഭവമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നാണം കെട്ട് തലകുനിച്ചു പോവും. നമ്മുടെ അനുഭവം സാക്ഷി എന്ന് പറഞ്ഞ ഇടപാടില്ലേ സഭയിൽ? ഇതുപോലെ മുരടിച്ച ഒരു സാധനം ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ അവിടെ സാക്ഷ്യം പറയരുത്. നിങ്ങൾ പറയേണ്ടത്
സാക്ഷ്യം പറയാൻ ആഗസ്റ്റ് 15 വാടോ ഇങ്ങോട്ട്, നമുക്ക് വയനാട്ടിലോട്ട് പോകാം. പക്ഷേ അടി അവിടെ നിൻ്റെ നല്ലവനും വല്ലവനുമായിരുന്നെന്നൊന്നും പറയാനൊക്കത്തില്ല. അവിടെ പറയുന്നത് യേശു എൻ്റെ രക്ഷകൻ, യേശു എനിക്ക് വേണ്ടി ജീവൻ തന്നു. ഞങ്ങളൊക്കെ എത്ര കാലം ഉണ്ടായിരിക്കുമെന്ന് ഒരു ഊഹവുമില്ല. എന്നോട് പണ്ടേ ഒരു അമ്മാമ്മ പറഞ്ഞു, ഭാവി വളരെ കുറവാണ്. പ്രവാചകനാണ് പറഞ്ഞത്, ഭാവി കുറവാണ്. ഞാൻ പറഞ്ഞു എനിക്കത് നേരത്തെ മനസ്സിലായത്, ഭാവി വളരെ കുറവാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അടുത്ത ദിവസം കർണാടകയിലേക്ക് പോകുന്നുണ്ട് പ്രസംഗിക്കാൻ. പബ്ലിക്കിലാണ് പ്രസംഗിക്കുന്നത്. വെളിയിൽ പന്തലിട്ട് ഞാൻ പറഞ്ഞേ, അടിയുടെ മുമ്പിൽ വെടിയുടെ മുമ്പിൽ പതറുകയില്ല. ഈ മാർഗം എന്ന് പറയുന്ന മാർഗം യേശുക്രിസ്തുവിൻ്റെ മാർഗമാണ്. നിങ്ങളെ ഇന്ന് പകൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കോട്ടയം സോണലിലെ PYPക്കാരോട് ഞാൻ പറയുന്നു, സ്തോത്രം, നമ്മുടെ ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ സുവിശേഷവുമായിട്ട് ചെന്നാൽ അടി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, സംഘടിതമായി ഒരു പൊട്ടമൈക്കും കൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചെന്ന് നിന്നാൽ അവരടിച്ചില്ലേ നിന്നെ ഞാൻ അടിക്കും. ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം മനസ്സിലാക്കണം. 50 ചെറുപ്പക്കാർ ഇതുപോലെ നല്ല സംഗീത ടീമും നല്ല അന്തസ്സോടെ ഇറങ്ങി നിന്ന ഒരുത്തനും അടിക്കത്തില്ല. നമ്മുടെ ഈ നിപ്പ് കണ്ടാലേ എന്ത് ചെയ്യും? അവൻ അടിച്ചില്ലേലേ ഉള്ളൂ. ടൗണിൽ പരസ്യവും നടത്തുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെങ്ങും ആളുകളില്ലാത്ത അടഞ്ഞു കിടക്കുന്ന ചുക്കില് പിടിച്ച ഒരു കടയുടെ മുമ്പിലാണ്. അപ്പം ഇപ്പുറത്ത് 100 കണക്കിന് ആളുകൾ നിൽപ്പുണ്ട്. ഇവർ നിന്ന് പിടിപ്പിക്കുക സുവിശേഷം. നീ എന്തിനാടാ ഇങ്ങനെ ഈ നാണക്കേട് ഉണ്ടാക്കുന്നത്? ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയുന്നു, കോട്ടയം സെൻട്രൽ PYPയോട് ഞാൻ പറയുന്നു, കോട്ടയം സോണിനോട് ഞാൻ പറയുന്നു, ഇങ്ങനെ നാലുകെട്ടിനകത്തിരുന്ന് കൈയടിച്ച് പാടിയില്ലേ ഒരു 100 വർഷത്തോളം നമ്മൾ. അത് ഞാൻ കുറയ്ക്കുകയല്ല. നിങ്ങൾ വളരെ പണം മുടക്കി വെളിയിലേക്ക് ഇറങ്ങ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടി ഇന്ത്യയിൽ ഇനിയും ആളുകളെ ആവശ്യമുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ അതിന് ആമേൻ പറയാൻ എത്ര പേര് ഇവിടെ ഉണ്ട്? ഇന്ന് പകൽ ഞാൻ ഈ രാത്രി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, സ്തോത്രം, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിലെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയ ആളാണ് ഞാൻ. എനിക്കറിയാം എവിടൊക്കെ എങ്ങനെയൊക്കെ സുവിശേഷം പറയണമെന്നറിയാം. ഈ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിയാം. ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളൊരു കാര്യം ഓർത്തോണം, ക്രൈസ്തവൻ എന്ന പേര് ഉള്ള എല്ലാ ആളുകൾക്കും നമ്മൾ പിന്തുണ കൊടുക്കണം. കന്യാസ്ത്രീമാരെയും വൈദികരെയും നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ പറയുന്ന രീതിയിലല്ല അവർ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ലെന്നേ ഉള്ളൂ. അവരും യേശുക്രിസ്തുവിൻ്റെ മഹത്തായ സാക്ഷ്യം വഹിക്കുന്നവരാണ്. നമ്മുടെ പഴയകാല ചിന്തകൾ മാറ്റി എഴുതണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ സഭയുടെ നേതൃത്വത്തിലേക്കൊക്കെ വന്നപ്പോൾ ബിഷപ്പുമാരും തിരുമേനിമാരും ഒക്കെയുള്ള പല സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ എളിയവനായി എനിക്ക് ഭാഗ്യം കിട്ടി. ആ സമയങ്ങളിലൊക്കെ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ആ മനുഷ്യരൊക്കെ എത്രയോ സ്നേഹനിധികൾ, എത്രയോ വിനയത്തോടും താഴ്മയോടും ഇടപെടുന്നവരാണ്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒന്നിച്ച് നിൽക്കാവുന്ന മേഖലകളിലൊക്കെ ഒരുമിച്ച് കൈകൊടുക്കണം. ഉപദേശ വിഷയങ്ങൾ നമുക്ക് പിന്നീട് മറ്റു വേദിയിൽ സംസാരിക്കാം. നമ്മൾ അങ്ങനാണോ? ഒരച്ഛൻ്റെ തലവട്ടം കണ്ടുപോയെങ്കിൽ അന്ന് പുള്ളിയുടെ തല കൊയ്തുകൊണ്ടേ നമ്മൾ പോരുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇത്തരം വൈരങ്ങളൊന്നും നമ്മൾ വെച്ച് പുലർത്തരുത്. ഈ യേശുവിൻ്റെ വചനം ഇത് പല രീതിയിൽ സാക്ഷ്യപ്പെടുത്തുന്ന ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. സ്തോത്രം. അവരുടെ സാക്ഷ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ വാക്ക് ഉപസംഹരിക്കുന്നു. പറഞ്ഞ സമയത്തിൽ നിന്നൊരു 5 മിനിറ്റ് കൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട്. പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? അപ്പോസ്തല പ്രവൃത്തിയിൽ എവർ പറഞ്ഞു, ഇനി യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യരുത്? സംസാരിക്കരുതെന്ന്. അപ്പം ഭരണകൂടമോ മതകോടതിയോ യേശുവിൻ്റെ കൽപ്പന ഇനിയും നാമം സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലപാട് എന്താണെന്ന് ആലോചിച്ച്. നാളെ നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഈ രാജ്യത്ത് യേശുവിൻ്റെ നാമം ഇനിയും പറയാനൊക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ക്രൈസ്തവൻ്റെ നിലപാട്?
ഭരണകൂടത്തെ അംഗീകരിക്കണമെന്നാണല്ലോ ഞാൻ ഇതുവരെ പറഞ്ഞത്. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കേ. സ്തോത്രം. ഇതുവരെ പറഞ്ഞത് MLA ബഹുമാനിക്കണം, നരേന്ദ്രമോദിയെ ബഹുമാനിക്കണം, നമ്മുടെ ഭരണകൂടത്തെ എല്ലാം ബഹുമാനിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാമം നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ ദൈവവിശ്വാസത്തിനും നമ്മുടെ പ്രമാണത്തിനും വിരുദ്ധമായി ഏത് ഭരണാധികാരി പറഞ്ഞാലും അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കാണ് നമുക്കുള്ളത്. എന്താണെന്നറിയാമോ? 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ? സ്തോത്രം. എൻ്റെ സുഹൃത്തുക്കൾ അറിയണം, നരേന്ദ്രമോദിജി ഈ ഭരണകൂടം നാളെ ഈ രാജ്യത്ത് ഇനിയും യേശുക്രിസ്തുവിൻ്റെ നാമം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവനും അതിനെ അംഗീകരിക്കത്തില്ല, അംഗീകരിക്കേണ്ട ആവശ്യവുമില്ല. ഈ പുസ്തകമാണ് നമുക്ക് വലുത്. അതുകൊണ്ടാണ് സകല രാജാക്കന്മാർക്കും മീതെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട്. അത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. ഒന്ന് കൈവീശി ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? സകല ഭരണകൂടത്തിനും മീതെ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി ഉണ്ട്. അത് വിശ്വസിക്കുന്നവനാണ് ഭാരതത്തിലെ ക്രൈസ്തവൻ. അതുകൊണ്ട് നിങ്ങൾ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കണം, ദേശസ്നേഹികളായിരിക്കണം, ഇന്ത്യ മഹാരാജ്യത്തോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം, ഇന്ത്യയിലെ ഭരണകൂടത്തോട് നമുക്ക് ബഹുമാനമുണ്ടായിരിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും വിരുദ്ധമായി ഏത് ഭരണകൂടം ഓർഡർ ഇട്ടാലും അതൊന്നും ഇവിടുത്തെ ക്രിസ്ത്യാനി അംഗീകരിക്കാൻ പോകുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന സകല ഭരണാധികാരികളോടും പറയാനുള്ള കാര്യം. ഞാൻ എൻ്റെ വാക്കിവിടെ ഉപസംഹരിക്കുകയാണ്. നമുക്ക് സുവിശേഷത്തിന് വേണ്ടി ആവോളം മുമ്പോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള PYPക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ, പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യണം, മതാന്തര സംവാദങ്ങൾ നടത്തണം, പരസ്യമായ വേദികളിൽ മൈക്ക് കെട്ടി നല്ല രീതിയിൽ ഭാരതത്തിൻ്റെ ഭരണകൂടത്തെയും ഭരണഘടനയെയും ദൈവത്തിൻ്റെ വചനത്തെയും നമ്മുടെ വിശ്വാസത്തെയും കുറിച്ചൊക്കെയുള്ള നയപ്രഖ്യാപന സമ്മേളനങ്ങൾ നമ്മൾ നടത്തണം. അതിന് നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ എന്നാൽ കഴിയുന്ന പിന്തുണ ഞാൻ തരും. ആ പിന്തുണ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രസംഗം ഉണ്ടാകും, അല്ലാത്ത എല്ലാ മാനസിക പ്രോത്സാഹനവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഉപവാസ പ്രാർത്ഥനയും ഈ പാട്ടും ഉപവാസ പ്രാർത്ഥനയും നിൻ്റെ കണ്ണുനീരും വിഷമവും ഒക്കെ ഞാൻ കാണുന്നു എന്ന് പറയുന്ന കേസാണെങ്കിൽ ദയവായിട്ട് എന്നെ വിളിക്കരുത്. അതിന് വേറെ പരിപാടി നോക്കിയാൽ മതി. ഞാൻ അതിനെ കുറച്ചല്ല പറയുന്നത്. PYPയെ കൊണ്ട് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. PYPയെ പുറത്തേക്കിറങ്ങി സുവിശേഷം പറയാനായിട്ട് പോകണം. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സുവിശേഷീകരണ പരിപാടി, ഇവിടെ നല്ല സംഗീത ടീമും പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ആഗസ്റ്റ് 15 കോട്ടയത്ത് ആ തിരുനക്കര മൈതാനിയിൽ ആ ഗാന്ധി സ്ക്വയറിൽ ഒരു നല്ല സമ്മേളനം, അവിടെ ഇതുപോലെ കസേരയൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ ആളുകളൊക്കെ അവിടെ വന്നിരുന്നാൽ മതി. എന്നിട്ട് വർത്തമാനം പറയാൻ അറിയാവുന്നവർ, നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരാൾ പറഞ്ഞു, ശബ്ദവും വെളിച്ചവും മത്തായിച്ചൻ, സംവിധാനം മത്തായിച്ചൻ, അഭിനയം മത്തായിച്ചൻ. പെന്തിക്കോസുകാരാ, സംവിധാനവും നീ തന്നെ, വെട്ടവും വെളിച്ചവും നീ തന്നെ, പിന്നെ അഭിനയവും നീ തന്നെ. അതിൻ്റെ എല്ലാ പോരായ്മയും നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. നിങ്ങളിപ്പോൾ ഈ പാട്ടുകൾ, സംഗീതം പഠിച്ച ആളല്ലേ ഇരിക്കുന്നത്. ഈ മലയാളത്തിലെ വയലാറിൻ്റെയൊക്കെ സംഗീതം അല്ല ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾ
നമ്മുടെ പാട്ടുകാരുടെ കാര്യമല്ല പറയുന്നത്. അവൻ ചോദിക്കുന്ന ഇപ്പോൾ എന്നാ പറയാനാ, ഇപ്പോൾ എന്നാ ചെയ്യാൻ. ഞാൻ പറഞ്ഞു, നീ ദയവ് ചെയ്ത് ഒന്നും പറയണ്ട, നിനക്കിതിനകത്തുനിന്നൊന്ന് പോയി തരാവോ, ഒന്നും നീ പറയണ്ട, ഇപ്പോൾ എന്നാ പറയാനാ, ഇപ്പോൾ എന്നാ നമ്മുടെ വലിയ പാട്ടാ. നീ ദയവ് ചെയ്ത് ഇതിനകത്തു നിന്ന് പോകാവൂ, അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. സംഗീതജ്ഞർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ മലയാളത്തിൽ നമ്മൾ കേട്ടു പോകുമെന്നേ, എന്നാ ആത്മീയമാണെന്ന് പറഞ്ഞാലും ഒന്ന് കേട്ടുപോകും. അതെന്നാന്നറിയോ? അത് സംഗീതം ചെയ്യുന്ന ഒരുത്തൻ, അതിന് ലിറിക്സ് എഴുതുന്ന ഒരുത്തൻ, മനസ്സിലായോ? ഓർക്കസ്ട്ര വേറൊരുത്തൻ, അല്ലാതെ സംവിധാനം മത്തായി. ഞാൻ പറയുന്നില്ല, മനസ്സിലായല്ലോ? വസ്തുത പിടികിട്ടിയാൽ മതി. പെന്തിക്കോസ് ഗുണമാകാത്തത് എല്ലാത്തിനകത്തും പുള്ളിക്ക് കയറി എന്ത് ചെയ്യണം? ഇരിക്കണം. അതാ ഗുണം. അതുകൊണ്ട് ഞാൻ പറയാം, വയ്യാത്ത പട്ടി എന്ത് ചെയ്യരുത്? കയ്യാല കയറരുത്. ഇത് യൂത്ത് മീറ്റിംഗ് ആണ്. ഇടൂ, അതിന് കഴിവുള്ള 100 കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന്. അവനെ അങ്ങോട്ട് അടുപ്പിക്കത്തേ ഇല്ല. മനസ്സിലായോ? നിർത്തുക. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ഇത് ഡബിൾ എഞ്ചിൻ വന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, എന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ്. എൻ്റെ ആത്മീയ ശുശ്രൂഷ എന്താണെന്നൊക്കെ അറിയാം. പക്ഷെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ എടുത്ത് വിമർശനം ഇടുന്നതിന് എനിക്ക് കുഴപ്പമില്ല. ഞാൻ യുവജനങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ ഒന്ന് ഉണർത്താൻ, നിങ്ങളെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഇതൊക്കെ പറയും. നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഈ കാലഘട്ടത്തിൽ ഇറങ്ങാൻ, ഭരണകൂടം, ഏത് ഭരണകൂടം ഈ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പറഞ്ഞാലും അത് നമ്മൾ അനുസരിക്കത്തില്ല. പക്ഷേ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ദൈവമക്കളെ? ഒരു നിമിഷം ദൈവത്തിനൊന്ന് സ്തോത്രം പറയാനായിട്ട് അല്പ മിനിറ്റുകളൊന്ന് ദൈവത്തിന് സ്തുതി കൊടുത്താട്ടെ. ഇന്ന് രാത്രി നമ്മളിവിടെ കൂടി നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി 100 കണക്കിന് ദൈവദാസന്മാർ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട്. കന്യാസ്ത്രീകൾ, അച്ഛന്മാർ, വൈദികർ, അവരൊക്കെ അതെ ഇന്ന് നിയമത്തിൻ്റെ മുൻപിൽ അവർ തലകുനിച്ച് നിൽക്കേണ്ടി വരികയാണ്. എന്ത് നിയമം? അടിച്ചേൽപ്പിക്കുന്ന നിയമം, ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ്. യേശുക്രിസ്തു നിന്നതുപോലെ നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാം. ഇന്ത്യയിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. എല്ലാവർക്കും ഇരിക്കാം.